പരീക്ഷ മാറ്റിയത് അറിയിക്കാത്തതിനെ തുടർന്ന് വലഞ്ഞ രക്ഷിതാക്കളും കുട്ടികളും. നാഷണൽ ഫോറൻസിക് അഡ്മിഷൻ ടെസ്റ്റിനെത്തിയ കുട്ടികളാണ് ബുദ്ധിമുട്ടിയത്. പരീക്ഷയ്ക്ക് കേരളത്തിൽ ഒരേയൊരു സെന്റർ മാത്രമാണുള്ളത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ എത്തിയപ്പോൾ മാത്രമാണ് പരീക്ഷ മാറ്റിയതറിഞ്ഞത്. വിവിധ ജില്ലകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാനായി രാവിലെ തന്നെ എത്തിയത്. അഷിൻ ഡിയോഗോ സ്ഥലത്തുണ്ട്. അഷിൻ ഡിയോഗോ, തിരുവനന്തപുരത്ത് ഈ പരീക്ഷ മാറ്റിവെച്ചതായൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്? സ്മൃതി, തീർച്ചയായും ഓൾ ഇന്ത്യ തലത്തിൽ നിരവധി വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് ഇത് എന്നുള്ളതാണ്. ഇവിടെ രാവിലെ പരീക്ഷ എഴുതാൻ എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ. കേരളത്തിൽ ഒരേ ഒരു സെന്റർ മാത്രമാണുള്ളത്. അത് തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിലായിരുന്നു. രാവിലെ 6 മണി മുതൽ തന്നെ ഇവിടെ കുട്ടികൾ പരീക്ഷ എഴുതാൻ വേണ്ടി എത്തി തുടങ്ങി. ഇവിടെ എത്തുമ്പോഴാണ് പരീക്ഷ മാറ്റിവെച്ച കാര്യം അറിയുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നത്. നേരത്തെ ഇത്തരത്തിൽ പരീക്ഷ മാറ്റിവെക്കുന്നതായി യാതൊരു വിധത്തിലുമുള്ള അറിയിപ്പും ഇവരെ അറിയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ മുന്നറിയിപ്പ് ഒന്നും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. രാവിലെ പരീക്ഷ എഴുതാനെത്തിയപ്പോഴാണ് ഇവിടെ പരീക്ഷ ഇല്ല എന്നുള്ള കാര്യം അറിയുന്നത്. അവര് മെയിൽ ഇന്നലെ രാത്രി അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് 11 മണിക്കാണ് മെയിൽ അയച്ചത്. അത് ഇന്ന് രാവിലെയാണ് മിക്കവരും തന്നെ അത് കണ്ടത്. അപ്പം ഞങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം 11:30 ആയിരുന്നു. ഞങ്ങളിവിടെ ഇറങ്ങണ ഒരു സമയത്തൊക്കെയാണ് ഞങ്ങൾ ഇത് കാണുന്നത്, പരീക്ഷ മാറ്റി വെച്ചു എന്നുള്ളത്. നിങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തി പരീക്ഷയ്ക്ക് വേണ്ടി കയറുമ്പോഴാണ്. നിങ്ങളൊക്കെ ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? ഞാൻ എറണാകുളം. പല ജില്ലകളിൽ നിന്ന് ഇപ്പോൾ കണ്ണൂരൊക്കെ വന്നവർ നേരത്തെ തന്നെ പോയി. അവർക്ക് ട്രെയിനൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവർ പോയി. കണ്ണൂർ, കാസർഗോഡ് എല്ലായിടത്തുനിന്നും വന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ പല ജില്ലകളിൽ നിന്നാണ്, തൃശ്ശൂർ, എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ വന്നു. ഇന്ന് രാവിലെ എക്സാം ആയതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നലെ തലേ ദിവസം തന്നെ ഇവിടെ വന്ന് താമസിച്ച് അങ്ങനെ വന്നേക്കുന്ന ആൾക്കാരാണ് എല്ലാവരും തന്നെ. പരീക്ഷ മാറ്റിവെക്കാൻ കാരണം അങ്ങനെ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ടുണ്ടോ? അവരയച്ച മെയിലിൽ പറയുന്ന നാച്ചുറൽ കലാമിറ്റീസും അതുപോലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേറെ അറിയിപ്പൊന്നുമില്ല? നാച്ചുറൽ കലാമിറ്റീസും ഈ ടെക്നിക്കൽ ഇഷ്യൂസും കാരണം പരീക്ഷ മാറ്റി വെക്കുന്നു. അത് സ്കൂളിൽ എത്തുമ്പോഴാണ് പലരും അറിയുന്നത്. മെയില് രാത്രി വന്ന് എന്തായാലും ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം പിന്നെ ഇന്ന് രാവിലെ തുറന്നു നോക്കിയപ്പോഴാണ് അധികം കണ്ടത്. സ്മൃതി, ഇത്തരത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് രാവിലെ തന്നെ പരീക്ഷ എഴുതാൻ എത്തിയത് എന്നുള്ളതാണ്. ഇവരുടെ രക്ഷിതാക്കൾ കൂടിയുണ്ട്. ചേട്ടാ, ഇപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് പരീക്ഷ മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ വരുമ്പോഴാണ് ഇത് വ്യക്തമായിട്ട് അറിയുന്നതല്ലേ? ഇന്ന് രാവിലെയാണ് അറിയുന്നത്. ഇന്നലെ രാത്രി ട്രെയിനിൽ കഷ്ടപ്പെട്ടിട്ടാണ്, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ ട്രെയിനിൽ ഇപ്പോൾ തത്കാലമാണ് കിട്ടിയ, കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. റിസർവേഷൻ കൂടി ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇവിടെ എത്തി പിന്നെ റൂം എടുത്ത് കഴിയേണ്ട ഒരെത്തുന്നത്. രാവിലെ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് പരീക്ഷ മാറ്റി വെച്ചെന്നുള്ളത്. അത് പല ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. അതുപോലെ പല ജില്ലകളിൽ നിന്ന് വന്ന രക്ഷിതാക്കൾ ഇവിടെ രാവിലെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒക്കെ തിരിച്ചു പോയി. റിസർവേഷൻ കിട്ടാത്ത സാഹചര്യത്തിലും ഒക്കെ നാട്ടിലെത്തേണ്ട ആ ബുദ്ധിമുട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ ഡേറ്റ് മാറ്റിയത് പിന്നെ അറിയിച്ചായിരുന്നു? ഇനി ഈ പരീക്ഷ ഇനി എന്ന് നടത്തുമെന്നല്ലോ അറിയിച്ചായിരുന്നു? ഇല്ല, അറിയിച്ചിട്ടില്ലേ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരേണ്ടതാണ്. രാവിലെ അവിടെ നിന്ന് പോകുന്നതാണ്. ഇന്നലെ അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ എത്തി റൂം എടുത്ത് എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് അറിയുന്നത്. നമ്മൾ പച്ചക്കറി കച്ചവടമാണായി. പച്ചക്കറിയിലെ കട. ശരി, അഷിൻ ഡിയോഗ, പ്രതികരണങ്ങൾ എടുത്തുകൊള്ളുക. ഒരുപാട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അവിടെ എത്തി കുടുങ്ങിയിരിക്കുക കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.